ദൈവനാമത്തിന് മഹത്വം. മഹാപീഡന കാലത്തെ, ഉപദ്രവകാലത്തെ കുറിക്കുവാനായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചത്. ഇന്ന് ഈ മഹാപീഡനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉപദ്രവ ആ കാലത്തെ സംബന്ധിച്ച് ബൈബിളിലെ പ്രഥമ സൂചന, ആ ഭാഗമാണ് നമ്മൾ ആദ്യം ഇന്ന് പരിഗണിക്കാനായിട്ട് പോകുന്നത്. ഉപദ്രവത്തെ കുറിക്കുവാൻ അല്ലെങ്കിൽ ഉപദ്രവകാലത്തെക്കുറിച്ചുള്ള തിരുവെഴുത്തിലെ ആദ്യത്തെ സൂചന എവിടെയാണ് നമുക്കൊന്ന് നോക്കാം. മോശ ആണ് ഈ ഉപദ്രവകാലത്തെക്കുറിച്ച്, മഹാപീഡനത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആദ്യത്തെ സൂചന നൽകിയ പ്രവാചകൻ. പ്രഥമ പരാമർശം നമ്മൾ മോശയിലൂടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പഠന പരമ്പരയുടെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകനാണ് മോശ. ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രവാചകൻ. ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ മോശയ്ക്ക് മുൻപും പ്രവാചകന്മാരുണ്ടായിരുന്നുവെങ്കിലും അന്ന് ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായിട്ട്, ഇസ്രായേലായിട്ട് രൂപപ്പെടുത്തിയത് മോശയാണ്. അതുകൊണ്ടാണ് മോശയെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ മോശയുടെ വാക്കുകൾ, മോശയാണ് മഹാപീഡനത്തെക്കുറിച്ച് പ്രാഥമികമായൊരു സൂചന നൽകുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ. നീ ക്ലേശത്തിലാകുകയും ഇവ ഒക്കെയും നിൻ്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്ക് അനുസരിക്കും. നിൻ്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയുമില്ല. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. അപ്പം ഇവിടെ ഈ ഭാഗം 30-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നീ ക്ലേശത്തിൽ ആകുകയും, നീ ഉപദ്രവത്തിലാകുമ്പോൾ, നീ കഷ്ടത്തിലാകുമ്പോൾ. സാർ എന്നുള്ളതായിരിക്കുന്ന ഒരു എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഭാവി കാലത്ത് തൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിക്കണമെങ്കിൽ, അവൻ്റെ വാക്ക് അനുസരിക്കണമെങ്കിൽ അവർ ക്ലേശത്തിലാകണം. ട്രിബുലേഷൻ, അവർ ട്രിബുലേഷനിൽ ആകണം. ഭാവി കാലം, ഈ ഭാവി എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള അഗാരിത്ത് എന്ന് പറയുന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം അന്ത്യം അല്ലെങ്കിൽ അവസാനം എന്നാണ്. അങ്ങനെയാണ് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ഇതേ വാക്കിനെ, ഭാവി കാലം എന്ന് മോശ പറയുന്ന വാക്കിനെ അന്ത്യകാലം എന്നാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഉദാഹരണമായിട്ട് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 19-ാമത്തെ വാക്യം പഠിച്ചാൽ, അത് വായിച്ചാൽ എങ്ങനെയാണ്: പിന്നെ അവൻ പറഞ്ഞത് കോപത്തിൻ്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിക്കാനിരിക്കുന്ന അന്ത്യകാലത്തിങ്കൽ. അപ്പോൾ ഭാവി കാലം എന്ന് പറയുന്ന അന്ത്യകാലത്തെക്കുറിച്ചാണ്. അത് വളരെ വ്യക്തമാണ്. ആ വാക്കിൻ്റെ പഠനം ആ നിലയിലുള്ള കൃത്യമായൊരു ധാരണ നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഭാവി കാലത്ത്, അന്ത്യത്തിങ്കൽ അല്ലെങ്കിൽ അവസാനത്തിങ്കൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ്, യഹോവയിങ്കിലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്ക് അനുസരിക്കണമെങ്കിൽ നീ ക്ലേശത്തിലാകണം, നീ കഷ്ടത്തിലാകണം. അപ്പോൾ ആ പ്രയോഗം ഇനിയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആ പീഡനത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പരാമർശമാണ്. നോക്കുക, ഇന്നേക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മോശയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, അവർ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളിലെല്ലാം അവരെ ദൈവത്തിങ്കലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട്, ദൈവത്തിങ്കലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് ദൈവം അവരെ പലപ്പോഴും ട്രിബുലേഷനിലൂടെ, ഉപദ്രവത്തിലൂടെ, കഷ്ടത്തിലൂടെ കടത്തി വിട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, ബാബിലോൺ പ്രവാസം എന്ന് പറയുന്നത്. എന്നാൽ കഷ്ടത്തിൽ കടത്തിവിടും, അവർ മടങ്ങി വരും, വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകും, വീണ്ടും ദൈവം കഷ്ടത്തിൽ അകപ്പെടുത്തും. അങ്ങനെ അവരുടെ ചരിത്രത്തിലുടനീളം ഈ കയറ്റിറക്കങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇനി ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഒരു നാളും അകന്നു പോകാത്ത നിലയിൽ ശാശ്വതമായി അവർ ദൈവത്തിങ്കിലേക്ക് തിരിയണമെങ്കിൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ ഒരു കഷ്ടത്തിലൂടെ അവർ കടന്നു പോകേണ്ടത് വലിയ ആവശ്യമാണ്. ഇതിനു മുൻപെല്ലാം ഈ ജാതി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ കഷ്ടം ദൈവം അനുവദിക്കുകയും അവർ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ ഒരു നാളും ശാശ്വതമായിട്ട്
അവർ ദൈവത്തിങ്കിലേക്ക് തിരിയണമെങ്കിൽ, ഒരു നാളും ദൈവത്തിൽ നിന്ന് അകന്നു പോകാത്ത നിലയിൽ ദൈവത്തിങ്കിലേക്ക് തിരിയണമെങ്കിൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അവർ അനുഭവിക്കേണ്ടി വരും. ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ ഈ മോശ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ അനുസരണക്കേടിന് ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നും അവരുടെ യഥാസ്ഥാപനത്തിനുള്ള വ്യവസ്ഥ എന്താണെന്നും തിരുവഴുത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ജാതിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷണ നടപടികൾ, അല്ലെങ്കിൽ അവരുടെ മേൽ ദൈവം കൊടുക്കുന്ന ശിക്ഷയെ 5 പടികളാക്കി ദൈവം തിരിച്ച് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 39 വരെയുള്ള സുദീർഘമായ ഭാഗം, അത് മുഴുവനും വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 39 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ ഭാഗത്ത് 5 ഖണ്ഡികകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഓരോ ഖണ്ഡികകളും ആരംഭിക്കുന്നത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ, നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കാതെ എന്ന പ്രയോഗത്തോടു കൂടിയാണ്. അപ്പോൾ ദൈവം ഈ ശിക്ഷണ നടപടികളെ 5 പടികളായിട്ട്, ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന ശിക്ഷണ നടപടികളെ 5 പടികളാക്കി തിരിച്ച് ദൈവം അവിടെ മോശയിലൂടെ വ്യക്തമാക്കുകയാണ്. ആ 14-ാമത്തെ വാക്യം മുതൽ 39-ാമത്തെ വാക്യം വരെ നമ്മൾ പരിശോധിച്ചാൽ ഈ 5 ഖണ്ഡികകളിലും നമ്മൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എന്ന പ്രയോഗത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും. 18-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ. 21-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ. 23-ാമത്തെ വാക്യം, നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ. 27-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ഖണ്ഡികയും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇനി ഈ ഓരോ പ്രാവശ്യവും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ എന്ന പ്രസ്താവനയ്ക്ക് ശേഷം ശിക്ഷണത്തിൻ്റെ ഓരോ പടികളെയും ദൈവം 1 by 1 ആയിട്ട് വ്യക്തമാക്കുകയാണ്. ഈ 14-ാമത്തെ വാക്യം 14 മുതൽ 17 വരെയുള്ള ഭാഗം പരിശോധിച്ചാൽ ഒന്നാമത്തെ ശിക്ഷണം അല്ലെങ്കിൽ ശിക്ഷയുടെ ഒന്നാമത്തെ പടി ഭീതി, രോഗം, ദാരിദ്ര്യം, ശത്രുക്കളോട് തോൽവി, ഒന്നാമത്തെ ഭാഗത്ത്. ഇനി രണ്ടാമത്തെ ഭാഗം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ പ്രതാപത്തിൻ്റെയും ശക്തിയുടെയും നാശം, പ്രകൃതി നിയമങ്ങൾ എതിരാകുന്നതിനാൽ ദേശത്ത് കഠിനമായ വരൾച്ച. മൂന്നാമത്തെ പടി 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, സന്തതികളും വളർത്തുമൃഗങ്ങളും നശിക്കുന്നു. നാലാമത്തെ പടി 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, ദാരിദ്ര്യം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അഞ്ചാമത്തെ പടി 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ ദേശം ശൂന്യമാക്കപ്പെടും. അഞ്ചാമത്തെ പടിയാണ് ദേശത്തെ ശൂന്യമാക്കുക എന്നുള്ളത്. ഓരോ ശിക്ഷണ നടപടിയും ദൈവം സ്വീകരിക്കുമ്പോൾ തൻ്റെ ജനം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് അടുത്ത പടിയിലേക്ക് ദൈവം പ്രവേശിക്കുന്നത്. തുടർന്ന് അതിൻ്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, ലേവ്യ പുസ്തകം നമ്മൾ ചിന്തിച്ചു വരുന്ന അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, 26-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ആ യഥാസ്ഥാപനത്തിനായിട്ടുള്ള വ്യവസ്ഥ, മടങ്ങി വരവിനുള്ള വ്യവസ്ഥ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26-ന്റെ 40 മുതൽ 42 വരെ. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാൻ അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും, ഇസ്ഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെ ഞാൻ ഓർക്കും. അപ്പോൾ 3 കാര്യങ്ങൾ അവർ ഏറ്റുപറയണം, ഹൃദയത്തെ താഴ്ത്തണം, അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കണം. ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ ഞാൻ യാക്കോബിനോട് ചെയ്ത നിയമം ഓർക്കും, ഇസ്ഹാക്കിനോട് ചെയ്ത നിയമം ഓർക്കും, അബ്രഹാമിനോട് ചെയ്ത നിയമം ഓർക്കും, ദേശത്തെ ഞാൻ ഓർക്കും. അപ്പോൾ ഇത്രയും അവർ അനുഭവിക്കണം. ഇനി ഉപദ്രവകാലത്തിൻ്റെ അന്ത്യത്തിൽ, മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവ് ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരുന്നതിന് തൊട്ട് മുൻപ് 3 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട്, ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, യോവേൽ 2-ന്റെ 15 മുതൽ 17 വരെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കുന്നുണ്ട്, അവർ അനുദപിക്കുന്നുണ്ട്, അവർ മാനസാന്തരപ്പെടുന്നുണ്ട്. അപ്പോൾ ഉപദ്രവകാലത്തിൻ്റെ ആരംഭത്തിൽ 2 സാക്ഷികളുടെ
സുവിശേഷ പ്രഘോഷണത്തോടുകൂടെ അവരുടെ ശുശ്രൂഷകളോടുകൂടെ ഈ മാനസാന്തരത്തിനുള്ള ആഹ്വാനം അവർ കൊടുക്കുന്നുണ്ട്. പീഡനം ആരംഭിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന കർത്താവിന് വരം നൽകപ്പെടുന്ന 2 സാക്ഷികളുടെ ശുശ്രൂഷയോടുകൂടെ ഈ മാനസാന്തരത്തിനുള്ള ആഹ്വാനം ജനത്തിന് നൽകപ്പെടും. എന്നാൽ ഈ പീഡനകാലത്തിൻ്റെ ആരംഭത്തിലൊരു വ്യാജ സമാധാനത്തിൻ്റെ പിടിയിലായിരിക്കും ഇവർ എന്നുള്ളത് കൊണ്ട് ആദ്യം ഇവർ ഈ സന്ദേശങ്ങളെ അവഗണിക്കും. എന്നാൽ പിന്നീട് ആ വലിയ കഷ്ടം, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, അത് സെക്കൻഡ് പാർട്ട് സംഭവിക്കുമ്പോൾ ഹോശേയ പ്രവചനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ മോശ ഉപയോഗിച്ച ആ ക്ലേശം, കഷ്ടത, ആ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സാധ്യമാകുന്നത്. അപ്പോൾ ഈ പീഡനത്തെ സംബന്ധിച്ചുള്ള, ക്ലേശത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക സൂചന നമുക്ക് നൽകുന്നത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രവാചകനായിരിക്കുന്ന മോശ താൻ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഇവിടെ ഇതിനോട് ചേർത്തൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ മഹാപീഡനത്തിൻ്റെ കാലയളവ്, മോശയാണ് പ്രാഥമിക പരാമർശം നടത്തിയത് എന്ന് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ കാലയളവ്, ഈ പീഡനകാലം അത് എത്ര വർഷമാണ്, എത്ര നാളാണ്? നമ്മൾ ചിന്തിച്ചു, പരീക്ഷാകാലം, പ്രതികാരകാലം, ദി അവർ ഓഫ് ടെസ്റ്റിംഗ്, ദ ഡേയ്സ് ഓഫ് വെഞ്ചീൻസ്, ദ ടൈം ഓഫ് ഡിസ്ട്രസ് എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാലങ്ങൾ നീണ്ടു നിൽക്കുന്നതാണെന്ന്, അല്ലെങ്കിൽ അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനൊരു ടൈം പീരീഡ് ഉണ്ടെന്നൊക്കെ നമുക്ക് ആ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പീഡനകാലം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പീഡനകാലം എന്ന് പറയുന്നത് ഏകദേശം 7 വർഷമാണ്. 7 വർഷം നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന പീഡനം. ഇത് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതോട് ചേർത്ത് ആ കാര്യം കൂടെ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന പീഡനം, അല്ലെങ്കിൽ ഉപദ്രവം, മഹാപീഡനം, മഹോപദ്രവം എന്ന് പറയുന്നത് 7 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് എന്ന് തിരുവെഴുത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പീഡനകാലത്തിൻ്റെ ആരംഭം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇത് എപ്പോഴാണ് പീഡനം ആരംഭിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. വെളിപ്പാട് 6-ന്റെ 1-2: കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെട്ടു. അപ്പോൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറഞ്ഞപ്പോൾ ഒരു വെള്ളക്കുതിരയെയും അതിന്മേൽ ഇരിക്കുന്നവനെയും യോഹന്നാൻ കാണുകയാണ്. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടുകൂടെയാണ് ഈ പീഡനകാലം ആരംഭിക്കുന്നത്. അപ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുകയാണ്. ഇതാണ് 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തോടു കൂടെയാണ് ഈ പീഡനം ആരംഭിക്കുന്നത്. ഇത് എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഈ ഹർമഗദോൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുവാൻ സർവമഹത്വത്തോടും പ്രതാപത്തോടും കൂടെ സ്വർഗം തുറന്ന് വെള്ളക്കുതിരപ്പുറത്ത് സാക്ഷാൽ ക്രിസ്തു ആഗതനാകുന്നതോടുകൂടെയാണ് ഈ പീഡനകാലത്തിന് പരിസമാപ്തി സംഭവിക്കുന്നത്. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തോടെ പീഡനകാലം ആരംഭിക്കുകയും യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുകൂടെ പീഡനകാലം അവസാനിക്കുകയും ചെയ്യുകയാണ്. ഇത് 7 വർഷമാണ് എന്ന് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനാധാരമായിട്ടുള്ള ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദാനിയേൽ പ്രവചനം 70 ആഴ്ചവട്ടത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണയുണ്ട് എന്നെനിക്കറിയാം. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഈ പീഡനകാലം എന്നുള്ളത് 7 വർഷം മാത്രമാണ് എന്നാൽ 7 വർഷമാണ് എന്ന് സ്ഥാപിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പീഡന കാലയളവ് 7 വർഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ധാരാളം വേദഭാഗങ്ങൾ ഉണ്ട് എങ്കിലും പ്രാഥമികമായിട്ട് ഈ ഒരു ഭാഗം മാത്രം വായിച്ച് വിശദീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം
24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 26-ാം വാക്യം 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. അപ്പോൾ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗങ്ങളെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പീഡന കാലയളവ് എന്നുള്ളത് 7 വർഷമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജാതിയുടെ സമ്പൂർണമായ യഥാസ്ഥാപനത്തിന് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജാതിയുടെ സമ്പൂർണമായിരിക്കുന്ന യഥാസ്ഥാപനത്തിന് 70 ആഴ്ചവട്ടങ്ങൾ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഈ 70 ആഴ്ചവട്ടങ്ങളെന്ന് പറഞ്ഞാൽ 490 വർഷങ്ങൾ, 70 ഏഴുകളാണ്. 490 വർഷങ്ങൾ ദൈവം നിയമിച്ചിരിക്കുന്നു. ഈ 490 വർഷങ്ങൾ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതലാണ്. അതാണ് നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ. അപ്പോൾ 70 ആഴ്ചവട്ടം 70 ആഴ്ചവട്ടങ്ങൾ, ഈ 490 വർഷങ്ങൾ ആരംഭിക്കുന്നത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുമ്പോഴാണ്. ഇനി ഈ കൽപ്പന പുറപ്പെട്ടത് BC 445 നിസാൻ മാസം 1-ാം തീയതിയാണ്. അത് നെഹമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കൽപ്പന പുറപ്പെട്ടത് BC 445 നിസാൻ മാസം 1-ാം തീയതിയാണ്. ഇനി ഈ 70 ആഴ്ചവട്ടങ്ങളെ, ഈ 490 വർഷങ്ങളെ 3 ഭാഗങ്ങളാക്കി വിഭജിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം വായിച്ച ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 70 ആഴ്ചവട്ടങ്ങളെ അല്ലെങ്കിൽ 70 ഏഴുകളെ 490 വർഷങ്ങളെ 3 ഭാഗങ്ങളാക്കി അവിടെ വിഭജിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 25-ാമത്തെ വാക്യം, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7ഉം 62ഉം ആഴ്ചവട്ടം. 7ഉം 62ഉം. അപ്പോൾ 70 ആഴ്ചവട്ടങ്ങളെ അല്ലെങ്കിൽ 70 ഏഴുകളെ 490 വർഷത്തെ 3 ഭാഗമാക്കി വിഭജിച്ചിരിക്കുന്നു, 3 ഭാഗമാക്കി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 25-ാമത്തെ വാക്യം പറയുകയാണ്, നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7ഉം 62ഉം ആഴ്ചവട്ടങ്ങൾ. അപ്പോൾ ആദ്യം 7 ആഴ്ചവട്ടം, രണ്ടാമത് ഒരു 62 ആഴ്ചവട്ടം, 7ഉം 62ഉം ആഴ്ചവട്ടം. 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 × 7 49 വർഷങ്ങൾ. 7 ആഴ്ചവട്ടം 49 വർഷങ്ങൾ. ഈ 49 വർഷം കൊണ്ടാണ് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിതത്. ആദ്യത്തെ 49 വർഷം, ആദ്യത്തെ 7 ആഴ്ചവട്ടങ്ങൾ, ആ 49 വർഷം കൊണ്ട് യെരൂശലേം പണിയപ്പെട്ടു. ഇനി രണ്ടാമത് 62 ആഴ്ചവട്ടം, 62 ഏഴുകൾ, അതായത് 434 വർഷം. അപ്പോൾ ഈ ആദ്യത്തെ 49 വർഷങ്ങൾക്ക് ശേഷമുള്ള 434 വർഷങ്ങൾ, അതായത് 62 ആഴ്ചകൾ,
അത് കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അതായത് 7 62 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ മശിഹ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. അപ്പോൾ ഒന്നാമത് 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ ആദ്യം അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നു. പിന്നെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുന്നു. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ, അതായത് എതിർ ക്രിസ്തുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുന്നു. ഈ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനമാണ് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുന്നത്. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പോൾ ഈ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്ന ആ പ്രഭു വന്നു കഴിയുമ്പോൾ ഒരാഴ്ചവട്ടത്തേക്ക് അവൻ പലരോടും നിയമത്തെ കഠിനമാക്കും. അപ്പോൾ അവസാനത്തെ വിഭജനം ഒരാഴ്ചവട്ടം, അതായത് അവസാനത്തെ 7 വർഷങ്ങൾ, 49 വർഷം, 434 വർഷം, 7 വർഷം, അല്ലെങ്കിൽ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, ഒരാഴ്ചവട്ടം. അപ്പോൾ അവസാനത്തെ 7 വർഷം ആ ഒരു ആഴ്ചവട്ടത്തേക്ക് അവൻ പലരോടും ഹീ വിൽ കൺഫേം ദ കവനൻ വിത്ത് മെനി ഫോർ 1 വീക്ക്. അവൻ ആ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ഈ ഉടമ്പടി ഉറപ്പിക്കുന്ന അവസാനത്തെ ആഴ്ചവട്ടം, അല്ലെങ്കിൽ അവസാനത്തെ 7 വർഷമാണ് പീഡനകാലം എന്നതുകൊണ്ട് തിരുവെടുത്ത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പീഡനകാലം 7 വർഷമാണെന്ന് പറയുവാനുള്ള അനേക കാരണങ്ങളിൽ ഒന്നായിട്ട് ഞാനത് പറയുന്നത്. ഇനി ഈ 7ഉം 62ഉം 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളൊരു പ്രോഫറ്റിക് ഇൻ്റർവെൽ, ഒരു പ്രാവചനികമായ ഇടവേള നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രാവചനിക ഇടവേളയുണ്ട് എന്നുള്ളതിന് ഈ പഠന പരമ്പര ആരംഭിച്ച സമയത്ത് 2ാമത്തെ ക്ലാസ്സിൽ മറ്റോ ഞാൻ ഈ പ്രാവചനിക ഇടവേളകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് കേട്ടിട്ടില്ലാത്തവർ ആ ഭാഗം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. പ്രാവചനിക ഇടവേളകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രാവചനികമായൊരു ഇടവേളയുണ്ട് എന്നുള്ളതിന് അപ്പോൾ പറയാതിരുന്ന പുതിയ നിയമത്തിൽ നിന്നുള്ളത് ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അവിടെ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് ഒരു പ്രാവചനിക ഇടവേളയുണ്ട് എന്നുള്ളതിന്, അതായത് അവസാനത്തെ ഈ ആഴ്ചവട്ടത്തിന് മുൻപ് ഒരു ഇടവേളയുണ്ട് എന്ന് വ്യക്തമാക്കുവാനായിട്ട് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. റോമർ 11:15 നാം ഇങ്ങനെ വായിക്കുന്നു: അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? റോമർ 11:15. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ, ഇസ്രായേൽ ജാതിയെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുകളാണ്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരുടെ ഭ്രംശം, കാസ്റ്റിംഗ് എവേ, അവരുടെ റിജക്ഷൻ, അവരുടെ തള്ളിക്കളയൽ, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി. അപ്പോൾ എപ്പോഴാണ് ഇസ്രായേലിന് ഭ്രംശം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ലോകത്തിന് നിരപ്പ് സംഭവിച്ചപ്പോൾ. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി. അവരുടെ ഭ്രംശമാണ്, അവരുടെ കാസ്റ്റിംഗ്, അവരുടെ റിജക്ഷനാണ് ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായതെന്ന് പറയുമ്പോൾ, ലോകത്തിൻ്റെ നിരപ്പ് സംഭവിച്ചപ്പോഴാണ് അവർക്ക് ഭ്രംശം സംഭവിക്കുന്നത്. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നിരപ്പ് സംഭവിച്ചത് ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടിയാണ്, അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടപ്പോഴാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ലോകത്തിന് നിരപ്പ് വന്നത്, ലോകത്തെ നിരപ്പിച്ചത് ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടിയാണ്. അപ്പോൾ ലോകത്തിൻ്റെ നിരപ്പ് സാധ്യമായത് ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടിയാണ്. അപ്പോൾ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എന്ന് പറയുമ്പോൾ, ലോകത്തിൻ്റെ നിരപ്പ് സംഭവിച്ചപ്പോഴാണ് അവരുടെ ഭ്രംശം സംഭവിച്ചത്. ലോകത്തിൻ്റെ നിരപ്പ് സംഭവിച്ചത് അഭിഷിക്തൻ ഛേദിക്കപ്പെടുമ്പോഴാണ്. ഇനി അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അപ്പോൾ അവർക്കൊരു അംഗീകരണമുണ്ട്. അവരുടെ ഭ്രംശം പോലെ തന്നെ, അവരുടെ റിജക്ഷൻ പോലെ തന്നെ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അപ്പോൾ അവരുടെ അംഗീകരണം സാധ്യമാകുന്നത്, മരിച്ചവർ പുനരുദ്ധാനം ചെയ്യാൻ പോകുന്നത് ക്രിസ്തു മടങ്ങി വരുമ്പോഴാണ്. അപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു, ഇനി ക്രിസ്തു മടങ്ങി വരണം. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടപ്പോൾ അവരുടെ ഭ്രംശം സംഭവിച്ചു. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ ഭ്രംശം സംഭവിച്ചു. ഇനി അവരുടെ അംഗീകരണം സാധ്യമാകുന്നത് ക്രിസ്തു മടങ്ങി വരുമ്പോഴാണ്. അപ്പോൾ നിശ്ചയമായിട്ടും അതിനിടയിൽ ഒരു ഇടവേളയുണ്ട് എന്നുള്ളത് സാമാന്യ ബുദ്ധിയിൽ ലളിതമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. റോമാലേഖനം 11:26 നമ്മൾ വായിക്കുന്നു: ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. 27-ാം വാക്യം, റോമർ 11:27. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ
ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവരുടെ അംഗീകരണത്തിനായിട്ട്, അവരുടെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് അവരെ ഒരുക്കുന്നതായിരിക്കുന്ന കാലഘട്ടമാണ് ഈ മഹാപീഡനം എന്ന് പറയുന്നത്. അപ്പോൾ അത് 7 വർഷമാണ് എന്ന് പറയുവാനുള്ള കാരണം തിരുവെഴുത്ത് അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് ഒരു ഇടവേളയുണ്ട് എന്നുള്ളത് പ്രാവചനിക ഇടവേളകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന സംഗതിയാണ്. അതോടൊപ്പം തന്നെ ആ കാര്യം റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിന് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നാം ഇതുവരെ പരിശോധിച്ചത്. ഒന്ന്, മോശയോടുള്ള ബന്ധത്തിൽ ഉപദ്രവകാലത്തെക്കുറിച്ചുള്ള പ്രാഥമിക പരാമർശം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഉപദ്രവത്തിൻ്റെ കാലയളവ് എന്നുള്ളത് 7 വർഷമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനിയും ഈ മഹാപീഡനത്തെക്കുറിച്ച് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃത്യമായ ചില അധ്യാപനങ്ങൾ, ചില പഠിപ്പിക്കലുകളുണ്ട്. അതുകൂടെ ഇതോട് ചേർത്ത് വിശദമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.